തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൌൺസിലർ ആർ. സുഗതന്റെ അറസ്റ്റിൽ മന്ത്രിമാർക്കിടയിൽ ഭിന്നതയെന്ന് സൂചന. സുഗതനെ പിടികൂടുന്നതിനിടെ പോലീസ് ആകാശത്തേക്ക് വെടിയുതിർത്ത പോലീസ് നടപടിയെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചപ്പോൾ വിഷയത്തിൽ വിരുദ്ധ അഭിപ്രായമാണ് മന്ത്രി കെ മുരളീധരൻ പ്രകടിപ്പിച്ചത്. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിനേഷ്, മന്ത്രിമാരുടെ അഭിപ്രായം എങ്ങനെയാണ്? ഈ രണ്ട് മന്ത്രിമാർ തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നുള്ള സൂചന പുറത്തുവരുമ്പോൾ എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഉന്മേഷ്, കാപ്പ കേസ് പ്രതിയും ബി.ജെ.പിയുടെ കൗൺസിലറുമായ ആർ. സുഗതനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മന്ത്രിസഭയിലെ തന്നെ രണ്ട് മന്ത്രിമാർക്കിടയിലാണ് ഇപ്പോൾ വിരുദ്ധാഭിപ്രായം പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഈ സുഗതനെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് പിടികൂടി എന്നുള്ളൊരു ആരോപണം ബി.ജെ.പിക്ക് അകത്തുണ്ട്. എന്നാൽ ഇത് വേണ്ടി വന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. രമേശ് ചെന്നിത്തല പോലീസ് സേനയെ അഭിനന്ദിക്കാനും മടിച്ചില്ല. പക്ഷേ മുരളീധരനോട് ഇന്നലെ ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വട്ടിയൂർക്കാവിൽ ഇങ്ങനെ വെടിവെച്ചകളുടെ ആവശ്യമില്ല, ഇത് പോലീസ് അനാവശ്യമായി ഇത്തരത്തിലുള്ള വെടിവെച്ചകൾ ഉണ്ടാക്കേണ്ടതില്ല, പോലീസിന് കുറച്ചുകൂടി സംയമനം പാലിക്കാമായിരുന്നു എന്നുള്ള രീതിയിലാണ് കെ മുരളീധരൻ പറയുന്നത്. എന്തായാലും ഇത് ബി.ജെ.പി. ക്യാമ്പുകൾക്ക് വലിയ ഊർജ്ജം പകർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാരെങ്കിലും ഇക്കാര്യത്തിൽ പറയുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. കാരണം ഈ കാപ്പ കേസ് പ്രതിയും അതുമാത്രമല്ല ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒളിവിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കൗൺസിൽ യോഗത്തിലൊന്നും തന്നെ ഈ ആർ. സുഗതൻ പങ്കെടുക്കാറില്ലായിരുന്നു. തുടർന്ന് വീട്ടിലെത്തി എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പോലീസ് പോയി പിടികൂടുന്നത്. എന്നാൽ ആ പിടികൂടിയ നടപടിയെ ശ്ലാഘിക്കുകയാണ് യഥാർത്ഥത്തിൽ ആഭ്യന്തരമന്ത്രി ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് ശരിയായില്ല എന്നുള്ളൊരു നിലപാടുമായാണ് ഇപ്പോൾ ഇന്നലെ കെ മുരളീധരൻ രംഗത്ത് വന്നിട്ടുള്ളത്. ഇങ്ങനെ വെടിവെച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, പോലീസിന് കുറച്ചുകൂടി സംയമനം പാലിക്കാമായിരുന്നു, ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാക്കേണ്ട ആവശ്യം പോലീസിനില്ല, അതാണ് തൻ്റെ നിലപാട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ഒരു വിരുദ്ധാഭിപ്രായത്തിൽ എന്തായാലും രമേശ് ചെന്നിത്തല പിന്നീട് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും പോലീസിൻ്റെ ഒരു മൊറാൽ കളയുന്നൊരു നടപടിയിലേക്ക് എന്തായാലും കെ മുരളീധരനെ പോലെയുള്ള ഒരാൾ പോകരുത് എന്ന് പോലീസ് സേനയ്ക്ക് അകത്തും അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായിട്ടുണ്ട്. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.